ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് എങ്ങനെ 10 മിനിറ്റ്സിൽ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ എന്തൊക്കെ തിങ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് കാണാം. ഞാനിവിടെ സവാള കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ സോസ്, കറിവേപ്പില, പുതിനയില, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് നന്നായിട്ട് ഹീറ്റ് ആകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. നെയ്യിൽ ഒഴിക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് നെയ്യ് ഒഴിക്കുന്നത്. അതേപോലെ തന്നെ നെയ്യും ഓയിലും മിക്സ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നെയ്യ് മാത്രമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നല്ല മെൽട്ടായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ചിടാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കതിനകത്തോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാളയുടെ കൂടെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്താകുമ്പോൾ ഗ്രാമ്പൂവും പട്ടയും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെ ഇതാണ് ഞാനിവിടെ ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്പൂൺ ടൊമാറ്റോയുടെ സോസ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 സ്പൂൺ തൈരാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈരും ചേർത്ത് നന്നായിട്ട് സവാള മിക്സ് ചെയ്യുക. തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ നല്ലൊരു മണവും ആയിരിക്കും. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇത് നമുക്കിനി കുക്കറിലോട്ട് മാറ്റാം. മസാല എല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ട് മാറ്റണം. എന്നിട്ട് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ. അത് നമുക്ക് എന്നിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ മസാലയെല്ലാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനും മസാലയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാത്തിലും മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ആ അരി ഇതുമായിട്ട് ഇട്ട് കൊടുക്കണം. അരി ഇട്ടിട്ട് നമുക്ക് വാട്ടർ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബിരിയാണി റെഡി. ഞാനിപ്പോൾ അരി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഗ്ലാസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുക്കർ അടിക്കുമ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു ഫിസിലടിക്കുക. പിന്നെ രണ്ടാമത് അടിക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഫിസിലൂടെ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി റെഡിയാവും, കറക്റ്റ് പരുവാകും. കാഷ്യൂനട്ടും കിസ്മസും ഒന്നും ഇടാത്ത സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണിത്. 10 മിനിറ്റ്സിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന്. റെഡി ആയിട്ടുണ്ട്. വാവ്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണിത് ഉണ്ടാക്കാൻ. എല്ലാവരും കണ്ടില്ലേ എത്ര സിമ്പിളാണെന്ന്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.